ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ പോകുന്ന വേദിയാണിത്. ഈ വേദി നമുക്ക് കാണാം. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ 25ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് ഗിന്നസ് ബുക്കിലേക്കുള്ള ഒരു ചരിത്രം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് 6000-ഓളം ഫാൻസ് ആളുകൾ എത്തിയിട്ട് ഈ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ആരാധകർ എത്തിയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിന്റെ ഒരു പരിപാടിയിലേക്കാണ് പോകുന്നത്. ഓരോ ആൾക്കും ഒരേ ഫോട്ടോ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുഖ്യ ആളുകൾ എത്തിയിരിക്കുന്നു. 14 ജില്ലയിൽ നിന്നും ഓരോ യൂണിറ്റുകളിൽ നിന്നും നിരവധി ആളുകൾ എത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ഗിന്നസ് ബുക്കിലേക്ക് കയറുന്ന ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ നടപടി പ്രകാരമെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യം 10 മണിയോടുകൂടി അല്ലെങ്കിൽ 11 മണിയോടുകൂടി ലാലേട്ടൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോഷൂട്ടിന്റെ നടപടിയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ മുഖ്യ സംഘാടകരും ഫാൻസ് അസോസിയേഷന്റെ എല്ലാവരും ഇവിടെ എത്തി വലിയ രീതിയിലുള്ള ഒരു സംഭവമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. 25 വർഷം പിന്നിടുന്നു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യ സംഘാടകർ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സംഘാടകനല്ല, നമ്മളെല്ലാം പ്രിയപ്പെട്ട ആന്റണി ചേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ ഉണ്ട്. ഇവരാണ് കാര്യങ്ങളെല്ലാം നേതൃത്വം. നേരത്തെ 8 മണിക്ക് തന്നെ ആന്റണി ചേട്ടൻ എത്തിയിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റണി ചേട്ടാ, ഇതൊരു ചരിത്ര മുഹൂർത്തമാകുമെന്ന് തോന്നുന്നല്ലോ. അല്ല, ഇത് മോഹൻലാൽ സാറിന് ഇഷ്ടപ്പെടുന്ന മലയാളികൾ എല്ലാവരും കൂടി ആഘോഷമാക്കി കഴിഞ്ഞ 25 വർഷമായിട്ട് അതിനെ ഫാൻസ് എന്ന പേര് നൽകി ആഘോഷമാക്കിയ ഒരു കാലയളവിലൂടെയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ 25 വർഷം ആഘോഷത്തിന്റെ ഒരു ദിവസം കൂടിയാണ് മോഹൻലാൽ സാറിന്റെ ഫാൻസ് അസോസിയേഷൻ ആഘോഷിക്കുകയാണ്. അത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു 5000-ൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാമായിട്ട് തനിച്ച് ലാൽ സാറിന്റെ കൂടെ വന്നൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരവും ഇന്നത്തെ ദിവസം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട്. അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്കും അതിൽ അതിയായ സന്തോഷവും ഒരു അഭിമാനവും സ്നേഹവും ഒക്കെ എല്ലാവരോടും തോന്നുന്ന ഒരു ദിവസവും കൂടെയാണ്. തീർച്ചയായിട്ടും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആളുകളെ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. മഹാ അത്ഭുതമാണ്. 5000-ൽ മുകളിൽ ആളുകൾ എത്തിയിരുന്നു. കേരളത്തിലെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകൾ രാവിലെ തന്നെ എത്തിയിരിക്കുന്നു. ലാലേട്ടനുമായുള്ള ഈ ഒരു അടുപ്പം, ഈ പ്രേക്ഷകരുടെ ഒരു അടുപ്പം വീണ്ടും വർദ്ധിക്കുന്നതിന്റെ ഒരു തെളിവാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അല്ല, അടുപ്പം എല്ലാ കാലത്തും ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ളൊരു അവസരങ്ങൾ നമുക്ക് ഏത് സ്ഥലത്ത് വെച്ച് കിട്ടുന്നോ അതിന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് മോഹൻലാൽ സാർ എപ്പോഴും ചെയ്യുന്നതാണ്. അതുമാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. ഇന്നിപ്പോൾ ഇതിന് എല്ലാവർക്കും പല കാലങ്ങളിൽ നമ്മൾ ഓരോ ലൊക്കേഷനിൽ ചെല്ലുന്ന സമയത്ത് 500-ഉം 600-ഉം 1000-ഉം ആൾക്കാർ വന്ന് ഫോട്ടോഷൂട്ട് ഓരോ ദിവസങ്ങളിലൊക്കെ 500 വെച്ചിട്ട് ഒരു സ്ഥലത്ത് 3000, 4000 ഒക്കെ ഫോട്ടോസൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് സ്വാഭാവികമായിട്ടും കേരളത്തിൽ കുറച്ച് ഷൂട്ടിംഗ് കുറവായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് പറഞ്ഞ് നമ്മൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് നമുക്കതിനൊരു അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത ദിവസം തന്നെയാണ്. ഈ ലാലേട്ടനോട് ഇത് സംസാരിച്ചപ്പോൾ ലാലേട്ടൻ എന്താണ് ആദ്യം പറഞ്ഞത്? അല്ല, ലാൽ സാറിന് അത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതെ, പക്ഷേ ലാൽ സാർ പറഞ്ഞു ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. കാരണം ഈ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ഫോട്ടോസിന് വേണ്ടിയിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് ഒരു സ്നേഹത്തിൽ ഇഷ്ടമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അതിനെ സ്വീകരിക്കുന്നു, അതിന് തയ്യാറാകുന്നു, അതിനുവേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ഒരു ദിവസത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എത്രയോ ഇപ്പൊ രാവിലെ നമ്മൾ 8 മണിക്ക് ഇവിടെ എല്ലാവരും ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ കാസർഗോഡ് മുതൽ അങ്ങനെ അത്രയും ദൂരെ നിന്ന് ഇവിടെ വരെ എത്തിച്ചേരുക എന്ന് പറയുന്നത് മോഹൻലാൽ സാറിനോട് അവർക്കുള്ളൊരു സ്നേഹം തന്നെയാണല്ലോ. അപ്പൊ ആ സ്നേഹത്തിന് തിരിച്ച് നമുക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ വലിയൊരു സന്തോഷത്തിന്റെ മുഹൂർത്തം തന്നെയാണ്, യാതൊരു സംശയമില്ല. ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം എത്തി ഒരു ഫോട്ടോ ഒരാളോടൊപ്പം എന്ന് പറയുന്ന സംഭവത്തിലേക്കാണ് പോകുന്നത്. ഇപ്പം അതിന്റെ ഒരു സജീവൻ, അനീഷ് ഉപാസന എല്ലാവരും നിൽക്കുന്നതാണ്. സജീവ, ഒരുക്കങ്ങളൊക്കെ എന്തായി? ഒരുക്കങ്ങളൊക്കെ വളരെ നന്നായി നടക്കുന്നു. ആന്റണി ചേട്ടന്റെ മേൽനോട്ടത്തിലെല്ലാം ഭംഗിയായിട്ടെല്ലാം ആയിട്ടുണ്ട്. ഏതാണ്ട് 5000-ഓളം പേരാണ് ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഇവിടെ വരുന്നത്. എല്ലാവർക്കും സിംഗിൾ ഫോട്ടോയാണ്. ഒരു വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. തീർച്ചയായും വലിയൊരു സംഭവം, വലിയൊരു ടാസ്ക് ആണ് ഇത്. ലാലേട്ടന്റെ അത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ ഫോട്ടോ എന്ന് പറയുമ്പോൾ വലിയ ടാസ്ക് ആണ്. അതെ, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും
അല്ലെ, ഒരു സൂപ്പർ സ്റ്റാർ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്രയും സമയം മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇതാണ് എല്ലാവർക്കും ഇത് തന്നെയാ പറയണത്. ലാലേട്ടന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറൊക്കെയാണ്. വലിയൊരു സന്തോഷത്തിന് മുഹൂർത്തം. പിന്നെ ഒരു ചരിത്ര നിമിഷമാണ്. നമ്മളത് കാണാൻ വന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞത്. കാരണം സാറിന് ജനങ്ങളോടുള്ള സ്നേഹം എന്താണെന്നുള്ളത്, കാരണം ഇതൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതിന്റെ മുന്നേ ഒരിക്കലും സംഭവിക്കാത്തതാണ്. ഇത് ഇന്ത്യയിൽ തന്നെ എനിക്ക് അതൊക്കെ വലിയ ഡൗട്ടാണ്. ഇത് എങ്ങനെയാണ് ഇത് തീർക്കാൻ പോകണമെന്ന് അറിയില്ല. കാരണം 5000-ഓളം ആൾക്കാർ ഓരോരുത്തർക്ക് ഓരോ ഫോട്ടോ വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതിന് സാറിന് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു. കാരണം ഞാൻ പോലും ഒരു 2 മണിക്കൂർ ഷൂട്ട് ചെയ്യുമ്പോൾ സാറ് ടയേർഡാവോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പോലും. പക്ഷെ ഇത്രയും ആൾക്കാരെ അമേസിംഗ് ആക്ടർ. തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. കണ്ടില്ല, ഇപ്പം പുറത്താണ് ആളുകൾ, കൂടുതലും പുറത്താണ് ആളുകൾ നിൽക്കുന്നത്. ഇവിടെ അകത്ത് ആളുകൾ ഇപ്പോഴേ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ മുഹൂർത്തത്തിന് സാക്ഷിയാവുന്നു. ഗിന്നസ് ബുക്കിലേക്ക് തന്നെ എടുക്കാവുന്ന ഒരു സംഭവമാണ്. ഒരു സൂപ്പർ സ്റ്റാർ ഇത്രമാത്രം ആളുകളുമായിട്ട് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞ ചരിത്ര സംഭവത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷം പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ആരാധകർ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഫാൻസിന്റെ ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ ഇപ്പോൾ ക്യൂ ഉണ്ട്. ഇതുപോലെ ഇതിന്റെ ഇരട്ടി ആളുകൾ പുറത്തും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ എത്തിക്കഴിഞ്ഞാൽ ആവേശകരമായ ഒരു തുടക്കം ആയിരിക്കും. അതിനുശേഷം ഒരാൾക്കൊരു ഫോട്ടോ എന്നതാണ് ഏറ്റവും വലിയ ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. മറ്റേ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും, പക്ഷെ ഒരാൾക്ക് ഒരു ഫോട്ടോ എടുക്കാൻ അദ്ദേഹം നിന്നു കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. എവിടെ നിന്നാണ് വരുന്നത്? കോതമംഗലം ഫാൻസ് യൂണിറ്റിൽ നിന്നാണ്. ഇതിനു വേണ്ടി വന്നാണല്ലേ? അത്രയും ലാലേട്ടനുള്ള ഡൈഹാർഡ് ഫാൻസ് ആണ്. അപ്പം ഒരു ഫോട്ടോ എടുക്കാന്നുള്ളൊരു അത് മാത്രം ഫാൻ ബോയ് മൊമെന്റ് ആണ് ശരിക്കും. വല്ലാത്ത ഒരു അവസ്ഥയാണല്ലേ ഇത്. നോക്കിയാ ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ഒരു ദിവസം മാറ്റി വെച്ചേക്കുവാണ്. അതായത് 4000 പേർക്ക് ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ 4000 അല്ല 5000 പേരുണ്ട്. ഓൾമോസ്റ്റ് 5000 പേരുണ്ട്. അപ്പൊ വളരെ സന്തോഷം. അങ്ങനെയുണ്ട്. ലാലേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയല്ലേ? അല്ലേ? എന്ത് തോന്നുന്നു? ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ ഫോട്ടോ എടുക്കാനുള്ള ഒരു ആവേശത്തിൽ നിൽക്കുവാണല്ലേ? അല്ലേ? എന്തോട് പറയാത്ത സന്തോഷം കൊണ്ട് പറയാൻ പറ്റുന്നില്ലേ? മോളെ എവിടെ നിന്നാണ് വരുന്നത്? കോതമംഗലത്ത് നിന്നാണല്ലേ? അപ്പൊ ഫോട്ടോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലേ? കാണുക എന്ന് തന്നെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് അതിലും വലിയ കാര്യമാണ്. അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും ചരിത്ര മുഹൂർത്തത്തിന്റെ സമയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. വലിയ രീതിയിൽ ആരാധകർ, ലാലേട്ടനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ലാലേട്ടനെ സ്നേഹിക്കുന്നവരുണ്ട്. ആ ലാലേട്ടന് ഒരു ഫോട്ടോ എന്ന രീതിയിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വലിയ സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. എന്ത് തോന്നുന്നു ഈ സമയത്ത്? വളരെ സന്തോഷം തോന്നുന്നു. ലാലേട്ടനായിട്ട് ഒരു ഫോട്ടോ എടുക്കാന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന്ന് സാധിക്കുമെന്നുള്ള സന്തോഷത്തിലാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ശരിക്കും വരുന്ന ബോംബെയിൽ നിന്ന് വന്നാണ്. അതിനായിട്ട് പോകുന്നതല്ല, ഞാൻ നാട്ടിൽ വന്നപ്പോഴാ വിവരം അറിഞ്ഞു. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു, ഇവിടെ എത്തി. വളരെ സന്തോഷമുണ്ട്. പ്രായമൊന്നും നോക്കുന്നില്ല. പണ്ടേ ആരാധകനാണ്. അതുകൊണ്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നാണ്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രായമൊന്നുമല്ല, പ്രായഭേദ വ്യത്യാസമില്ലാതെ ലാലേട്ടന്റെ ആരാധകർ തടിച്ചുകൂടുന്ന ഏറ്റവും വലിയ ഒരു മുഹൂർത്തത്തിനാണ് ഇപ്പോൾ ഈ വേദി സാക്ഷിയാകാൻ പോകുന്നത്. അല്പസമയത്തുള്ളിൽ തന്നെ ലാലേട്ടൻ എത്തും. ലാലേട്ടൻ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കൊരു ഫോട്ടോ, ഇത് തന്നെയാണ് ഗിന്നസ് ബുക്കിലേക്ക് കയറുന്ന ഒരു ഏറ്റവും വലിയ സംഭവമാണ്. ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും ഒരു ദിവസം ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാറ്റിവെക്കുന്ന ആരാധകർക്ക് വേണ്ടി എന്നുള്ള ചരിത്ര മുഹൂർത്തത്തിലേക്ക് എത്താൻ ഇനി സമയങ്ങൾ വേറെ ബാക്കിയുള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ലാലേട്ടൻ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു ആവേശമായിരിക്കും. എന്ത് തോന്നുന്നു ഈ സമയത്ത്? നല്ല കാര്യമല്ലേ സാർ എത്തുന്നത്? ഇതിൽ കൂടുതലുള്ള ഒരു ഭാഗ്യം ഉണ്ടോ? എന്തായാലും ലാലേട്ടൻ അതിനോട് സമയം കണ്ടെത്തുവാണ് നമുക്ക്. തീർച്ചയായിട്ടും ഈ പ്രേക്ഷകർക്ക് വേണ്ടി വന്നത് തന്നെ വളരെ കാര്യമല്ലേ? ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ അതെല്ലാം മാറ്റി വെച്ചിട്ടല്ലേ വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലത്ത് അല്ലേ? അസോസിയേഷൻ അല്ലേ? തുടക്കം മുതൽ തന്നെ ഉള്ള ആളുകളാണ്. 25 വർഷമായി. അതെ തീർച്ചയായിട്ടും. എന്തായാലും അല്പസമയത്തുള്ളിൽ തന്നെ ലാലേട്ടൻ എത്തും. ലാലേട്ടൻ എത്തി കഴിഞ്ഞാൽ ഈ ഫോട്ടോഷൂട്ടിന്റെ നടപടിയിലേക്ക് പോകും. അതിനുള്ള വേദിയെല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ്. ഈ വേദിയിൽ ആണ് ലാലേട്ടൻ എത്തുക. ലാലേട്ടൻ എത്തുക ആന്റണി പെരുമ്പാവൂരും ഒപ്പമുണ്ടായിരുന്നു. ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരുമാണ് സ്റ്റേജിലുണ്ടാകുക. പിന്നെ വിശിഷ്ടാതിഥികളും ഫാൻസ് അസോസിയേഷന്റെ ആളുകളും ഈ സ്റ്റേജിലുണ്ടാകും. ഇവിടെ ആണ് ചടങ്ങ് നടക്കുക. എന്തായാലും അല്പസമയത്തുള്ളിൽ തന്നെ ഫോട്ടോഷൂട്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാവുന്ന. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.